ഗുഡ് മോർണിംഗ്. LDR ഓർ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിന് വേറൊരു പേരുണ്ട്, ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ എന്നും പറയും. അതായത് കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ ലൈറ്റ് റേസ് ഹിറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ഈ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യാം. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ റെസിസ്റ്റൻസ് കുറയാണ്, കണ്ടക്ടിവിറ്റി കൂടുകയാണെന്നായിരിക്കും. അപ്പോൾ എന്താണ്? കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യുകയാണ് അല്ലേ. അതുകൊണ്ട് ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ എന്നും പറയും, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്നും പറയും. അതായത് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടക്റ്റൻസിൽ നേരെ റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റാണ് കണ്ടക്റ്റൻസ് അല്ലേ. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് പറയാം, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്നും പറയാം, ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ എന്നും പറയാം. രണ്ടും സെയിം ആണ്. അപ്പോൾ നമ്മുടെ കാറ്റഗറിയിൽ നമ്മൾ 3 എണ്ണമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറയുന്നത് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്ററാണ്. ഒരുപാട് സ്ഥലത്ത് ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. സ്വിച്ച് പോലെയൊക്കെ ചെറിയ ഡിവൈസാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പം. നിങ്ങൾ ചില കാറൊക്കെ ഇല്ലേ, നമ്മുടെ ടോയ് കാറൊക്കെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലതിൻ്റെ ഉള്ളിലൊക്കെ ഇത് കാണാൻ പറ്റും. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ ഉണ്ടാവും. അതായത് ലൈറ്റ് ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്ന ഡിവൈസസിൻ്റെ അകത്തൊക്കെ ഇതുണ്ടാവും. അതിനകത്ത് ചെറിയ അലാറം അങ്ങനത്തെ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഇതും കണ്ടിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഫിഗർ. ലൈവായിട്ടുള്ള ഇതാണ് LDR. ഏകദേശം ഇതേപോലെ ഉണ്ടാവുക, ഇതേപോലത്തതുണ്ട്. ഇതതിൻ്റെ സർക്യൂട്ട് സിമ്പലാണ്. അതായത് ഒരു റെസിസ്റ്റർ, അതിൻ്റെ മേലെ 2 റേസ് വരുന്നത് പോലെ രണ്ടും സർക്യൂട്ട് സിമ്പൽസായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഡിവൈസ്. ഇങ്ങനെയാണ് ഡിവൈസ് ഉണ്ടാവുക. ഇതേപോലെ ഇത് ഒറിജിനൽ ഫോട്ടോ ആണ്. ഇത് ഒറിജിനലിൻ്റെ ഒരു വരച്ചതുപോലത്തെ ഫോട്ടോ ആണ്. അപ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ കുറേ വയർ ഇതുപോലെ റെസിസ്റ്റീവ് മെറ്റീരിയൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ മെറ്റീരിയലിൻ്റെ മേലെയാണ് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ഹിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കണ്ടക്ടിവിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. അതായത് റെസിസ്റ്റൻസ് മാറും. നമുക്ക് 2 വേണമെങ്കിലും മെഷർ ചെയ്ത് നമുക്ക് റെസിസ്റ്റൻസ് മെഷർ ചെയ്തെടുക്കാം അല്ലേ. LDR ഓർ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കിൽ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ എന്നാണ് ഉള്ളത്. നിങ്ങളുടെ സിലബസിലുള്ളത് LDR എന്നാണ്, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്നാണ്. 2 വേർഡ്സും വേരിയബിളി ഉപയോഗിക്കാറുണ്ട്. ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിൽ ചിലപ്പോൾ ഒരു സെല്ല് പോലെ ഒരു വലിയ കാര്യത്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ എന്ന് പറയും. ചെറിയ സ്വിച്ച് പോലെ ഒക്കെ ആണെങ്കിൽ LDR എന്നൊക്കെ പറയും. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ സാധനം കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ചില നമ്മുടെ സർക്യൂട്ട് ബോർഡ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചില ഡിവൈസ്, ചില ടോയ്സൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഇങ്ങനത്തെ ഡിവൈസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവില്ലേ ഇതെന്താണെന്ന്. അപ്പോൾ ഇതാണ് LDR എന്ന് പറയുന്നത്, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്ന് പറയുന്ന സാധനമാണ് ഇത്. ഇത് അഗെയിൻ വേറൊരു സർക്യൂട്ട് സിമ്പലാണ്. ഇതൊരു ബോർഡിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ കണ്ട ഒരു ഈ സാധനം തന്നെയാണ് ഇവിടെ ചേച്ചിട്ട് വെച്ചിട്ടുള്ളത്. നമ്മളൊരു ബോർഡിൻ്റെ കൂടെ ഇത് ഒരു ലൈറ്റ് സെൻസറാണ് കേട്ടോ. ഈ കംപ്ലീറ്റ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് സെൻസറാണ്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പ്രൊജക്റ്റിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഓരോ സാധനം ഉണ്ടാക്കില്ലേ, നമ്മൾ വർക്ക് എക്സ്പീരിയൻസിന് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കില്ലേ. അപ്പോൾ അതിനകത്തൊക്കെ ഈ LDR വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള പ്രോജക്ട്സും അങ്ങനത്തെയൊക്കെ സയൻസ് എക്സിബിഷനൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ടില്ലേ സ്കൂളിൽ നിന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് LDR. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ മൊഡ്യൂൾ കിട്ടും. മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലൈറ്റ് സെൻസറിൻ്റെ എല്ലാ കാര്യവും, LDR സെൻസർ ഉണ്ട്, അതിനെ ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സർക്യൂട്ട്സും പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ നമുക്ക് ലൈറ്റിനനുസരിച്ച് സെൻസ് ചെയ്യാൻ, ലൈറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇത്. ഇങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാവുന്നത്. നമ്മൾ ലൈവായിട്ട് കാണുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്ന് പറയും, LDR എന്ന് പറയും. അപ്പോൾ LDR ഓർ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ. ദ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ ഈസ് എ 2 ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ്. ഇതാണ് എക്സാമിന് എഴുതേണ്ടത്. അതായത് 2 ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. Those whose terminal resistance vary linearly with the intensity of incident light. അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ ഒബ്വിയസ് റീസൺസ് ഇറ്റ് ഈസ് ഫ്രീക്വൻ്റ്ലി കോൾഡ് ഫോട്ടോ റെസിസ്റ്റീവ് ഡിവൈസസ് എന്നും വിളിക്കാറുണ്ട്. ഇനി ദ വർക്കിംഗ് ഓഫ് വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ ഫോട്ടോ ഡിറ്റക്ടർ ഈസ് ബേസ്ഡ് അപ്പോൺ ദി ചേഞ്ച് ഇൻ ദി കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ with change in radiation intensity. The change in conductivity appears as change in resistance. Therefore, these devices are photoresistive cells. Thus, from the point of view, the transduction, the resistance changes with the
ഇൻറ്റൻസിറ്റി. ഇനി അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് പറയുന്നത്. പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെമി കണ്ടക്ടറിനകത്താണെങ്കിൽ നമുക്കറിയാം, നമ്മൾ സെമി കണ്ടക്ടർ പഠിക്കുമ്പോൾ 3 ബാൻഡ്സ് പഠിച്ചിട്ടുണ്ടല്ലേ. കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്, എനർജി ബാൻഡ് ഗ്യാപ്പ്. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ളതാണ്. വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ താഴെയുള്ളതാണ്. അതിന് നടുക്കൊരു എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ ഈ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് എന്തിനു പറ്റുള്ളൂ, നമുക്ക് അതിനകത്തെ കൂടി ഒരു കറണ്ടോ അല്ലെങ്കിൽ അതൊരു സെമി കണ്ടക്ടർ ഡിവൈസായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വാലൻസ് ബാൻഡിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും എനർജി, ആ ഗ്യാപ്പിൻ്റെ അത്രയും എനർജി കിട്ടിക്കഴിഞ്ഞാലേ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് എന്താവുള്ളൂ, കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുള്ളൂ, കണ്ടക്ടിവിറ്റി നടക്കുകയുള്ളൂ. അതായത് സ്മൂത്ത് ആയിട്ടുള്ള കറണ്ട് ക്യാരിങ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി നടക്കുള്ളൂ. ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം. അപ്പോൾ ഇതാണ് വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടില്ലാണ്. അപ്പോൾ എനർജി ബാൻഡ് ഗ്യാപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ആൻഡ് വാലൻസ് ഇലക്ട്രോൺസ്. എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എനർജി കുറഞ്ഞ കാറ്റഗറിയാണ്. കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എനർജി, അതിന് ഓടിച്ചാടിയൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കളിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസിനെ കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് എന്താണ്, അതിന് എനർജി കുറവാണ്, അതിങ്ങനെ താഴെ കിടക്കുകയാണ്, അതിന് എനർജി ഒന്നുമില്ല. അപ്പോൾ അതിന് കുറച്ച് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തുള്ളൂ. എങ്ങനെയാണ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തുന്നത്, എനർജി കിട്ടിക്കഴിഞ്ഞാൽ. ആ എത്ര എനർജി വേണം കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ, അതിനെയാണ് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ത് പ്രൊവൈഡ് ചെയ്യും, നമ്മുടെ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യും. ഇൻ എ സെമി കണ്ടക്ടർ ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസിസ്റ്റർ എ ഫോട്ടോൺ ഈസ് അബ്സോർബ്ഡ് ആൻഡ് ദെർബൈ എക്സൈറ്റ്സ് ദ ഇലക്ട്രോൺ ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. നമ്മളെ ഫോട്ടോണിൻ്റെ എനർജി എന്ത് വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിന് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താവും, അതിന് നല്ല എനർജി കിട്ടി, അതിന് ഓടാനും ചാടാനൊക്കെ റെഡിയായി അല്ലേ. അത് കണ്ടക്ഷൻ ബാൻഡിലെത്തി, അത് അവിടുന്ന് മൂവ് ചെയ്യാനൊക്കെ റെഡിയായി. അപ്പം കറണ്ട് ക്യാരി കപ്പാസിറ്റി കൂടി അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി കൂടി എന്ന് നമുക്ക് പറയാം. എന്ത് കുറഞ്ഞു, റെസിസ്റ്റിവിറ്റി അല്ലെ റെസിസ്റ്റൻസ് കുറഞ്ഞു. ആസ് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് ദി റെസിസ്റ്റൻസ് ഡിക്രീസസ് മേക്കിംഗ് ദി റെസിസ്റ്റൻസ് ആസ് ഇൻവേഴ്സ് ഫങ്ഷൻ ഓഫ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി. റേഡിയേഷൻ ഇൻറ്റൻസിറ്റീൻ്റെ ഇൻവേഴ്സ് ഫങ്ഷനാണ് എന്ത്, റെസിസ്റ്റൻസ്. അപ്പോൾ എന്താണ്, നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ ഇത് ഇവിടെ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഉള്ള കേസിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കണ്ടക്ടിവിറ്റി, കണ്ടക്ഷൻ ബാൻഡിനകത്ത് കുറേ ഇലക്ട്രോൺസ് വന്നു. എങ്ങനെയാണ് വന്നത്, വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് പോകുന്നത്, എനർജി ബാൻഡ് ഗ്യാപ്പ് ഈക്വൽ ആയിട്ടുള്ള എനർജി ആര് പ്രൊവൈഡ് ചെയ്യും, നമ്മുടെ ഹിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോണ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഫോട്ടോൺ പ്രൊവൈഡ് ചെയ്ത എനർജി കിട്ടിയിട്ട് നമ്മുടെ ഇലക്ട്രോൺ എന്തായി, ഇലക്ട്രോൺസൊക്കെ കണ്ടക്ഷൻ ബാൻഡിലെത്തി. കണ്ടക്ഷൻ ബാൻഡിൽ ഒരുപാട് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂടി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് ഓർക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ കേസിൽ ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താണ് സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്ത് വെക്കണം. എനർജി കിട്ടുന്നുണ്ട്, ഇലക്ട്രോൺ ഫ്രീ ആവുന്നുണ്ട്, അത് ഓക്കെയാണ്. പക്ഷേ എഴുതേണ്ട രീതിയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ എങ്ങനെയാണ് എഴുതുന്നത്, ഇവിടെ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ഷൻ ബാൻഡിനെ വാലൻസ് ബാൻഡിനെ വെച്ച് തന്നെ പറയണം. ഓക്കെ. അപ്പോൾ മറ്റേ കേസിലൊക്കെ ആണെങ്കിലും എന്തായിരുന്നു, മറ്റേ കേസിലാണെങ്കിൽ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യായിരുന്നു, അവിടുന്ന് ഇലക്ട്രോൺസ് അതിനെ മൂവ് ചെയ്യിക്കുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കുന്നില്ല, ജസ്റ്റ് എന്താണ് അതിനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. മനസ്സിലായില്ലേ, ഓരോന്നിൻ്റെയും വ്യത്യാസമുണ്ട്. നമ്മുടെ സോളാർ സെല്ലിൽ നമ്മളെന്താ പറഞ്ഞത്, അവിടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാകുന്ന ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു വോൾട്ടേജ് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺസിനെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ കണ്ടക്ടിവിറ്റി കൂടിയ ഒരു പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല കറണ്ട് ഫ്ലോ അല്ലേ, പെട്ടെന്ന് തന്നെ കറണ്ട് ഫ്ലോ ഉണ്ടാവും, കറണ്ട് ഫ്ലോ നല്ലോണം ഉണ്ടാവും. അതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി കൂടിയെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിന്ന് എന്താണ് കോമൺ ആയിട്ടുള്ളത്, ഫോട്ടോൺ എന്നാണ് എനർജി കിട്ടുന്നത്. പക്ഷേ അത് ഡിഫറെൻറ്റ് ടൈപ്പിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോ കണ്ടക്റ്റീവിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത് എന്താണ്, അവിടെ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോ എമിസീവിൻ്റെ കേസിൽ എന്താണ് പറയുന്നത്, അവിടുന്ന് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്ത്, മെറ്റൽ സർഫസ് എന്നാണ് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്ത് വിടുന്നത്. അപ്പം മൂന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ സെയിം ആണ്. അതിൻ്റെ സോഴ്സ് ഫോട്ടോൺ ആണ്. ആ ഫോട്ടോൺ ഹിറ്റ് ചെയ്യുകയാണ്, ഹിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുകയാണ്.
അതൊക്കെയാണ് സെയിം. പിന്നെ എന്താണ്, അതുകൊണ്ടാണ് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ളത്. 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഈ ചേഞ്ചസ് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറയേണ്ടത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോവുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, സിമ്പിളാണ്, പക്ഷേ മാറിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട്. 3ഉം തമ്മിൽ മാറിപ്പോവും. ഇവിടെ കണ്ടക്ഷൻ, ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ തന്നെ റെസിസ്റ്റീവും കണ്ടക്റ്റീവും ഏകദേശം റെസിസ്റ്റീവും കണ്ടക്റ്റീവും സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഈ റെസിസ്റ്റൻസ് കുറയാണ്, കണ്ടക്ടിവിറ്റി കൂടുകയാണ്. അപ്പോൾ ഇതതിൻ്റെ ഒരു ഇക്വേഷനാണ്. ദ മാക്സിമം വേവ് ലെങ്ത് ഈസ് ഗിവൺ ബൈ λ0 is equal to hc by E into E nu. Note that any radiation with the wavelength greater than the given equation cannot produce any change in the resistance of semiconductor. അതായത് ഈ വേവ് ലെങ്ത്തിൽ നമ്മൾ ഇതിന് മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ വേവ് ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോണിനെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോൾ പ്രിൻസിപ്പിൾ എഴുതുമ്പോൾ ജസ്റ്റ് ഇതും കൂടി എഴുതുക. ഇതാണ് നമ്മളെ ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലിൻ്റെ ചിത്രം. നിങ്ങളുടെ ടെക്സ്റ്റിലെ ചിത്രമാണ്. ഇതെല്ലാവരും ഈ ചിത്രം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആ നിങ്ങൾ ഒറിജിനൽ സാധനം കണ്ടില്ലേ, അതിനകത്തുള്ളത് പോലെ തന്നെയാണ് ഏകദേശം. അതായത് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫോട്ടോ കണ്ടക്റ്റീവ് മീഡിയം, ഇത് സ്പെഷ്യലി ഡിസൈൻഡ് മെറ്റീരിയൽ ഫോർ ദിസ് പർപ്പസ് ആണ്. ഇത് കണ്ടക്ടറാണ്, ഇതൊരു സാധാരണ കണ്ടക്ടറാണ്. അതിന് ഇൻ ബിറ്റ്വീൻ സ്പെഷ്യലി ഡിസൈൻഡ് മെറ്റീരിയൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്. ഇത് നമ്മളെ സർക്യൂട്ടാണ്. സർക്യൂട്ടിലൊരു വോൾട്ടേജ് കൊടുക്കണം, ഒരു അമീറ്ററും കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇതിലൂടെയുള്ള കറണ്ട് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് എന്താണ്, കറണ്ട് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഇതാണ് സർക്യൂട്ടൽ റെപ്രസെൻറ്റേഷൻ. ഇനി കൺസ്ട്രക്ഷനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കാഡ്മിയം സൾഫൈഡ്. എനർജി ബാൻഡ് ഗ്യാപ്പ് 2.42 ഇലക്ട്രോൺ വോൾട്ട്. ഇത് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. പിന്നെ കാഡ്മിയം സെലനൈഡ് വിത്ത് 1.74 ഇലക്ട്രോൺ വോൾട്ട് ബാൻഡ് ഗ്യാപ്പ്. ബാൻഡ് ഗ്യാപ്പ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതാണ് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസ്, അതിനെയാണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 മെറ്റീരിയലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദിസ് കൺസ്ട്രക്ഷൻ ഗീവ്സ് മിനിമം ലെങ്ത്ത് ആൻഡ് മാക്സിമം ഏരിയ. ദിസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ കൺസ്ട്രക്ഷനാണ്. മിനിമം ലെങ്ത്ത്, മാക്സിമം ഏരിയ. അപ്പോൾ എന്തിനാണ് മിനിമം ലെങ്ത്ത് മാക്സിമം ഏരിയ എന്ന് പറഞ്ഞാൽ, ഇതിന് ഭയങ്കരമായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാകും. ആ റെസിസ്റ്റൻസിനെ ഒന്ന് എന്താണ് ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മിനിമം ലെങ്ത്തും മാക്സിമം ഏരിയയും എടുക്കുന്നത്. അപ്പോൾ ബൈ യൂസിങ് ദി തിൻ നാരോ സ്ട്രിപ്പ് ബൈ വൈൻഡിങ് ദിസ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആസ് ഇൻ ദി ഫിഗർ എന്ന് എഴുതണേ, ബാക്ക് ആൻഡ് ഫോർത്ത് വി ഗെറ്റ് മാക്സിമം സർഫസ് ഏരിയ. ആ ഒരു ടൈപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതിന് മാക്സിമം സർഫസ് ഏരിയ മിനിമം ലെങ്ത്തും കിട്ടും. അപ്പോൾ എന്താണ്, ദ ഫോട്ടോ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഈസ് ഡെപ്പോസിറ്റ് ഓൺ ദി സെറാമിക് സബ്സ്ട്രേറ്റ്. ഫോട്ടോ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഒരു സെറാമിക് സബ്സ്ട്രേറ്റിൻ്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇലക്ട്രോഡ്സ് ആർ ഓഫ് ടിൻ ഓർ ഇൻഡിയം. ടിന്നിന് അല്ലെങ്കിൽ ഇൻഡിയമാണ് ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 ഇലക്ട്രോഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇലക്ട്രോഡ്സ് ടിൻ ഓർ ഇൻഡിയം. പിന്നെ ഒരു സബ്സ്ട്രേറ്റിൻ്റെ മേലെയാണ് സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ മേലെയാണോ നമ്മൾ കോട്ട് ചെയ്യുന്നത്, അതൊരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയലിൻ്റെ മേലെയാണ് നമ്മുടെ ഫോട്ടോ കണ്ടക്റ്റീവ് എലമെൻറ്റ്സ് കോട്ട് ചെയ്യുന്നത്. ആ എലമെൻറ്റ്സ് കോട്ട് ചെയ്യുന്ന, അതിനെ ബിയർ ചെയ്യുന്ന അതിനെയാണ് സബ്സ്ട്രേറ്റ് നമ്മൾ പറയുന്നത്. അത് സിലിക്കൺ ഡിവൈസിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷന് നമ്മൾ ആദ്യം അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബേസ് മെറ്റീരിയൽ ഉണ്ടാക്കും, ബേസ്. അതിനാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ്, വെൻ സെൽ ഈസ് കെപ്റ്റ് ഇൻ ഡാർക്ക്നെസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് ഡാർക്ക് റെസിസ്റ്റൻസ്. അതായത് അതിൻ്റെ ഇനീഷ്യലി ഉള്ള റെസിസ്റ്റൻസ്, അതായത് അതിൻ്റെ കറക്റ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അതൊരു ഡാർക്ക് റൂമിൽ കൊണ്ടുവന്ന് വെക്കണം. അതിന് ലൈറ്റൊന്നും തട്ടാൻ പാടില്ല. ലൈറ്റൊന്നും ഇല്ലാത്ത സമയത്ത് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതിനെയാണ് ഡാർക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡാർക്ക് റെസിസ്റ്റൻസ് 10 × 10⁻12 റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഇഫ് ദ സെൽ ഈസ് ഇലൂമിനേറ്റഡ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്ത് വരും റെസിസ്റ്റൻസ്. ദ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോട്ടോ കണ്ടക്റ്റീവ് ലെയർ as well as the dimension of the cell and the geometric configuration.
റെസിസ്റ്റൻസ് അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യും, ആൻഡ് ജോമെട്രിക് കോൺഫിഗറേഷനെയും ഡിപ്പെൻഡ് ചെയ്യും. ദ കറണ്ട് ഡിപ്പെൻസ് അപ്പോൺ ദി ഡി സി വോൾട്ടേജ് അപ്ലൈഡ്. കറണ്ട് ഡി സി വോൾട്ടേജ് അപ്ലൈഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. കറണ്ട് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് മില്ലി ആംപിയർ ഓർഡറിലാണ് കറണ്ട് ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇനി വർക്കിങ്ങിൽ പറയുന്നത്. അതായത് ഇതൊരു ഇലൂമിനേറ്റഡ് സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയും. ഡാർക്ക് റെസിസ്റ്റൻസ് ഒരുപാട് കൂടുതലാണ് അല്ലേ. അതിൻ്റെ റെസിസ്റ്റൻസ് കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലിൻ്റെ ഡിഫറെൻറ്റ് നമ്മൾ ഇതിന് മുന്നേ ഉള്ളതിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഭാഗം മാത്രം പഠിച്ചാൽ മതി. കാഡ്മിയം സൾഫൈഡ്, കാഡ്മിയം സെലിനൈഡ്, ലെഡ് സൾഫൈഡ്, ലെഡ് സെലിനൈഡ്, ഈ 4 മെറ്റീരിയലാണ് നമ്മൾ പറയുന്നത്. പിന്നെ ടൈം ഡിലേ കുറച്ച് കുറവാണ് ലെഡിൻ്റെ കേസിലെടുക്കുമ്പോൾ. അപ്പോൾ ഒക്കെ മില്ലി സെക്കൻഡും മൈക്രോ സെക്കൻഡും റേഞ്ചിലാണ്. അപ്പോൾ ടൈം ഡിലേ ഒന്നും കാര്യമായിട്ട് ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വർക്കിങ്ങിലും ഇത് അതിൻ്റെ മെറ്റീരിയൽ മാത്രം കാണിക്കാൻ വേണ്ടി. ഈ ടൈം ഡിലേൻ്റെ കാര്യം നിങ്ങൾ എഴുതേ വേണ്ട, അതിൻ്റെ സ്പെക്ട്രൽ ബാൻഡാണ്. അത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞതാണ്. ജസ്റ്റ് മെറ്റീരിയൽ മാത്രം എഴുതിയാൽ മതി. മെറ്റീരിയൽ എഴുതി പഠിക്കാം. 2-3 മെറ്റീരിയലിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് വെരി ലോ കോസ്റ്റ് ആണ്, സിമ്പിൾ ഡിവൈസ് ആണ്, സ്മോളർ ഇൻ സൈസ് ആണ്, കണക്ഷൻ സിമ്പിളാണ്, റെസിസ്റ്റർ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് നോട്ട് സോ മച്ച് അധികം സെൻസിറ്റീവ് അല്ല. പിന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അതൊരു കാര്യമാണ്. ടെമ്പറേച്ചറിന് അനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റിവിറ്റി മാറും. അപ്പോൾ എന്താവും, ലൈറ്റ് ഇൻറ്റൻസിറ്റി ആണോ ടെമ്പറേച്ചറാണോ റെസിസ്റ്റിവിറ്റി മാറ്റിയതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയുള്ള കുഴപ്പം. ഈ ആപ്ലിക്കേഷൻ യൂസ്ഡ് ഇൻ ലൈറ്റ് സെൻസേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഇൻ സം ക്യാമറാസ് ടു ഡിറ്റക്റ്റ് ലൈറ്റ് സെൻസേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് സെൻസേഴ്സിൽ ക്യാമറയിനകത്തുള്ള ലൈറ്റ് സെൻസേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നമുക്ക് പാക്കിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് പാക്കിംഗ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് LDR യൂസ് ചെയ്യാറുണ്ട്. കൺവെയർ ബെൽറ്റിലേക്ക് കൂടി ഇങ്ങനെ പാക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതാണെന്നില്ല, അതിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് LDR അത് ഒരു പ്രാവശ്യം ലൈറ്റ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ലൈറ്റ് കട്ടാവും. അപ്പോൾ LDR അത് റീഡ് ചെയ്യും. അത് അങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ ലൈറ്റ് ഉണ്ടാവും. അതായത് എക്സ്റ്റേണലി സൺലൈറ്റ് ഉണ്ടാവുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആവണ്ട അല്ലേ. സൺലൈറ്റ് ഇല്ലാതെ ആവുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആവണം. അങ്ങനെയുള്ള കേസിൽ ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഇതൊരു ഓൺ ഓഫ് സ്വിച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഫോട്ടോ സെൻസിറ്റീവ് റിലേസ്, നമ്മൾ ലൈറ്റ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന റിലേ എന്ന് പറഞ്ഞാൽ സ്വിച്ച് തന്നെയാണ്, ഹൈ വോൾട്ടേജ് സ്വിച്ചിനെയാണ് റിലേ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ലൈറ്റ് ആക്ടിവേറ്റഡ് കൺട്രോൾ ഡിവൈസ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്, സ്വിച്ചായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ഇന്നലെ പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റിൽ യൂസ് ചെയ്യുന്നത് ഫോട്ടോ കണ്ടക്റ്റീവ് സോളാർ സെല്ലൊക്കെ യൂസ് ചെയ്യും. സോളാർ സെൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സണ്ണിൻ്റെ എനർജി നമ്മൾ സേവ് ചെയ്യും, വോൾട്ടേജ് ആയിട്ട് സേവ് ചെയ്യും. ഇത് പക്ഷേ LDR എന്തിനാണ് അവിടെ യൂസ് ചെയ്യുന്നത്? LDR ഡിറ്റക്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ഉണ്ടോ ഇല്ലേ, അപ്പോൾ സൺലൈറ്റ് ഉണ്ടോ ഇല്ലേ, സൺലൈറ്റ് പോയി കഴിഞ്ഞെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവണം, ഈ LDR റെസ്പോണ്ട് ചെയ്യും അല്ലേ. സൺലൈറ്റ് പോയി കഴിഞ്ഞാൽ LDRൻ്റെ റെസിസ്റ്റൻസ് മാറും. റെസിസ്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ നമ്മുടെ നമ്മൾ ഓൾറെഡി ഉള്ള ലൈറ്റിനെ ഓണാക്കുന്ന രീതിയിൽ നമുക്ക് സർക്യൂട്ടിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റെസിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ സർക്യൂട്ടിനെ ഓണാക്കാനും ഓഫാക്കാനും ഒക്കെ പറ്റും. അതിനൊക്കെ ഈ ഡിവൈസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇത്രയും മാത്രമൊന്നുമല്ല, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിവിടെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഞാൻ എടുത്തിട്ട് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ സോളാർ സെല്ലിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ. പല കാര്യങ്ങളിലും സോളാർ സെൽ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കേസിൽ നമ്മൾ ലൈറ്റ് സെൻസേഴ്സിലൊക്കെ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ കൺവെയർ ബെൽറ്റിലേക്ക് കൂടി മൂവ് ചെയ്യുന്ന പാക്കറ്റ്സിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്, ഫോട്ടോ സെൻസിറ്റീവ് റിലേസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെ എഴുതുക. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് പഠിച്ചത് ഫോട്ടോ
ഫോട്ടോ കണ്ടക്റ്റീവ് സെൽസ് ഓർ LDR, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ സെക്ഷൻ നമുക്ക് ഇവിടെ തീർക്കാം. അതായത് റേഡിയേഷൻ സെൻസർ എന്ന് പറഞ്ഞാൽ ഫോട്ടോ സെൻസേഴ്സാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ 3 എണ്ണമാണ് പഠിച്ചത്: ഫോട്ടോ എമിസീവ്, ഫോട്ടോ കണ്ടക്റ്റീവ്, LDR. 3 എണ്ണത്തിൻ്റെയും പ്രിൻസിപ്പിൾ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. 3 സെയിം പോലെയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുക, പക്ഷേ 3 ഡിഫറെൻ്റ് ആണ്. അതിന് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ കൂടി അത് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് അതിന് 3 കാറ്റഗറി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.